ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് ഒരു ഇമോഷനാണ്. ഇന്നലെ എൻ്റെ കസിൻ്റെ വീട്ടിൽ ഒരു പട്ടി 8 കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ പ്രസവിച്ചൊന്നുമില്ല, പ്രസവിച്ചിട്ട് ഒരു 2-3 ദിവസമായി തോന്നുന്നുണ്ട്. പക്ഷെ ഇന്നലെയാണ് അവർ കാണുന്നത്. അവരെ വടക്കോർത്ത് ഇങ്ങനെ കുട്ടികളെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ഈ പട്ടി എന്ത് ചെയ്തു വെച്ചാൽ വലിയൊരു കുഴി കുഴിച്ച്, എന്നിട്ട് ഇതിൽ ഈ പട്ടി കുട്ടികളെ കൊണ്ടുവച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ ഇന്നലത്തെ മഴയിൽ അറിയാലോ, ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു ഇവിടെ. ഈ മഴയിൽ ഈ വെള്ളം മൊത്തം ഈ കുഴിയിൽ നിറഞ്ഞിട്ട് എന്തുണ്ടായി വെച്ചാൽ ഈ പട്ടിക്കുട്ടികളെ 8 കുട്ടികളിൽ 2 ചത്ത്, ബാക്കി 6 എന്നിരുന്നാലും ഇന്ന് വെയിൽ വന്നപ്പോൾ ഈ പട്ടിക്കുട്ടികളെ ഓരോന്നായിട്ട് ഇവിടെ ഇവരുടെ വീടിൻ്റെ വടക്കോർത്ത് കൊടുന്ന് വെച്ച്. അങ്ങനെ ഈ ചത്ത 2 പട്ടിക്കുട്ടികളും ജീവനുള്ള 6 പട്ടിക്കുട്ടികളും ഉണ്ടായിരുന്നു. ഈ ചത്ത 2 പട്ടിക്കുട്ടികളെ കുഴിച്ചിട്ട് അതുപോലെ ഈ ബാക്കി ഉണ്ടായിരുന്ന പട്ടിക്കുട്ടികളെ ഞങ്ങൾ ഒരു ഷീറ്റ് വെച്ച് അവിടെ കല്ല് വെച്ച് അതിൻ്റെ മേലെ നനഞ്ഞൊരു തുണി വെച്ച് അതിൻ്റെ മേലെ ഒരു കാർഡ്ബോർഡ് വെച്ച് അങ്ങനെ ഈ ഷീറ്റിൻ്റെ അടിയിലാക്കി കുറച്ച് തണവ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഈ ചത്ത പട്ടിക്കുട്ടീനെ കുഴിച്ചിടാൻ വേണ്ടി പോകുമ്പോൾ ഈ പട്ടി അതിൻ്റെ കുട്ടികളൊക്കെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര ഓളിയിടൽ, ഉറക്കെ ഒച്ചുണ്ടാക്കുക, വീടിൻ്റെ ചുറ്റോറും പോയി ഒച്ചുണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ആ പട്ടീനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പുറം പോയിട്ട് ഫുഡ് വെച്ച് കൊടുത്ത്. അപ്പോൾ ഈ പട്ടി ഇതെന്താ വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് ഒരു വാഗ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വേഗം തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ പട്ടിക്കുട്ടികളുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ ഞങ്ങൾ പുറത്ത് അതിൽ കുറച്ച് ദൂരം അപ്പുറം അതിനെ വിളിച്ചോണ്ടേ ആ ടൈമിൽ പെട്ടെന്ന് ഈ ചത്ത 2 പട്ടിക്കുട്ടികളും എടുത്ത് എന്നിട്ട് അങ്ങനെ കുഴിച്ചിടുകയാണ് ചെയ്തത്. എന്തോ ഈ പട്ടി കാണിച്ച ഇമോഷൻസൊക്കെ നല്ല ടച്ച്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞുതരാൻ വിചാരിച്ച്. ഇത്രയേ ഉള്ളൂ ജീവനും ജീവിതവും. എന്തായാലും ഈ പട്ടി കാണിച്ച ഇമോഷനൊക്കെ ഭയങ്കര ഇമോഷണലി ടച്ചായി. ഞങ്ങൾ റെസ്ക്യൂ ടീമിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ അറിയിക്കുന്നുണ്ട്. ബൈ.